ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമുക്കൊരു ഡ്രാഗ് അടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. 390, പഴയ 390 കയറി പോവുകയാണല്ലോ. കയറി 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 കയറി. നടക്കൂല, നമ്മളെ കൊണ്ട് പറ്റൂല. ഫ്രണ്ടിൽ നിന്ന് പോകണ ഇമോർട്ടലാണ്. നമ്മളിപ്പം നമ്മുടെ R3 ഓവർടേക്ക് ചെയ്തു. നമ്മളെ ഓവർടേക്ക് ചെയ്ത് 390 വീണ്ടും കയറി. ഇമോർട്ടലിനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഡ്രാഗനിടയ്ക്കും മേഘമല സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇടുക്കിയിൽ വെച്ചാണ് അവസാനിപ്പിച്ചത്. അതായത് നമ്മൾ മല ഇറങ്ങി, ഇപ്പം നമ്മൾ പരന്ന പ്രദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കണ്ണെത്താ ദൂരം പരന്ന ഭൂമിയാണ്. കാരണം കമ്പം തേനി റൂട്ട് അങ്ങനെയാണ്, 2 മലകൾക്കിടയിലുള്ള പരന്ന ഭൂമിയാണ്. നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. ഇവിടെ പ്രീമിയം ഒന്നും കിട്ടൂല. ഒരിടത്ത് ചെല്ലുമ്പോൾ അടുത്തടുത്ത് കാണുമെന്ന് പറഞ്ഞ് പോണല്ലാതെ നമ്മൾ പിന്നെ തൽക്കാലം ആവശ്യത്തിന് മാത്രം അടിച്ചു. കുറച്ച് എന്ന് വെച്ചാൽ പ്രീമിയം കിട്ടാൻ പാടുള്ളിടത്ത് ഇനിയിപ്പോൾ സാധാ പെട്രോൾ അടിച്ചല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് നമ്മളിതാ കമ്പത്തിൽ പച്ചപ്പിൽ കൂടെ പോവുകയാണ്. 2 അറ്റത്തും മലനിരകളാണ്. അതിൻ്റെ താഴെ ആയിട്ട് പരന്ന് കിടക്കുന്ന കൃഷിഭൂമി, അതിൻ്റെ നടുക്കൂടെയുള്ള റോഡ്. ഈ കൃഷിഭൂമി ഇപ്പോഴാണ് ഒരു കുറച്ച് കാലമായി സജീവമായിട്ട്. കാരണം അതിനു മുമ്പ് വരെയും ഡെസേർട്ടായിരുന്നു, അറിയാമല്ലോ. മുല്ലപ്പെരിയാർ പ്രോജക്റ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കമ്പം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ്. നമ്മുടെ കൊടൈക്കനാലിൻ്റെ ബാക്ക് ഡ്രോപ്പാണ് സത്യം പറഞ്ഞാൽ. കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ കാണുന്നത്, അത് ഈ മേഘമലയും കൊടൈക്കനാലിൽ നിന്ന് കാണുന്ന താഴത്തെ വ്യൂ ഒക്കെ കമ്പം തേനി ഭാഗങ്ങളായിരിക്കും. കൃഷിയാണ് ഫുള്ളും. ഗോതമ്പും അരിയും നിങ്ങൾക്കറിയാമല്ല. നമുക്ക് ഭൂരിഭാഗവും ഇതിൻ്റെ 90% ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഇവിടെ നല്ല റെഡ് സോയിലാണ്, അത് അഗ്രികൾച്ചറിന് നല്ലതാണ്. പിന്നെ അതുപോലെ കമ്പം എന്ന് പറയുന്ന തേനി ഡിസ്ട്രിക്റ്റിൽ തന്നെ 3rd, അതായത് 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഏകദേശം 68,000 പോപ്പുലേഷൻ ഉണ്ട്. പെരിയാർ റിവറിൻ്റെ, അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ, അത് വെച്ചാണ് അവർ കൃഷി നടത്തുന്നതും അഗ്രികൾച്ചർ നടത്തുന്നതും ബാക്കിയെല്ലാം. അതാണല്ലോ അവരത്രയും അതിന് തർക്കങ്ങളും മറ്റുമായിട്ടൊക്കെ കേരളത്തിൽ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നത്. കാരണം അത് ഒരു ദിവസത്തേക്ക് നിർത്തി വെച്ചാൽ പോലും ഇവരുടെ ജീവിതം കഷ്ടമാവും. സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ജീവിതവും കഷ്ടമാവും. കാരണം ഇവിടെ നിന്നുള്ള അരിയും പലവ്യഞ്ജനവും വെച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതില്ലാതെ ഒരു ദിവസം ഇല്ലാതെയായ അവർക്കും പറ്റൂല, നമുക്കും പറ്റൂല. ഇത് രണ്ടുമില്ലാതെ എങ്ങനെയെങ്കിലും ശാസ്ത്രീയപരമായിട്ട് ഇത് തീർക്കാനുള്ള വഴിയാണ് സത്യം പറഞ്ഞാൽ സർക്കാർ നോക്കേണ്ടത്. എന്തായാലും അതവരുടെ കാര്യമായിക്കോട്ടെ. നമുക്ക് മേഘമലയിലോട്ട് പോവാം. ഈ തേനിയുടെയും കമ്പത്തിൻ്റെയും ഇടയ്ക്കാണ് മേഘമലയിലോട്ട് തിരിയേണ്ട ഡീവിയേഷൻ. അതായത് കമ്പത്തിനും തേനിക്കും ഇടയ്ക്ക്. അപ്പം തേനി എന്ന് പറയാൻ, ഞാൻ ഈ യാത്രയിൽ തേനിയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാം. തേനി എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്, അത്യാവശ്യം വലിയ. അത് 2 റീജിയൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശവും ഹിൽ പ്രദേശവും. ഹിൽ പ്രദേശം എന്ന് പറയുന്ന താലൂക്കുകളാണ്. അതായത് പെരിയംകുളം, ഉത്തമപാളയവും ആണ്ടിപ്പട്ടി എന്ന് പറയുമ്പം എനിക്ക് മറ്റേ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ആണ്ടിപ്പട്ടി നായ്ക്കർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഓരോട് ചിരിപ്പിച്ചിട്ടുള്ള വണ്ടി ഇടറ എന്ന് പറയുമ്പോൾ ഞാൻ കയറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ മനസ്സിൽ നിൽക്കുകയാണ് ആണ്ടിപ്പട്ടി എന്ന് കേൾക്കുമ്പോൾ. ആണ്ടിപ്പട്ടി നായ്ക്കർ. അപ്പോൾ നമ്മൾ ചിന്നമന്നൂരിൽ നിന്ന് ഡീവിയേഷൻ എടുത്തേക്കാണ്. ചിന്നമന്നൂരെന്ന് പറയണതും ഒരു ചെറിയ മുനിസിപ്പാലിറ്റി തന്നെയാണ്, ടൗൺ തന്നെയാണ്. അതിനു മുമ്പ് തേനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. തേനി ഡിസ്ട്രിക്റ്റ് മധുരയിൽ നിന്ന് പകുത്തെടുത്തതാണ്. ജൂലൈ 7, 1996 ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ റവന്യൂ ഹെഡ് ക്വാർട്ടർ ഉത്തമപാളയത്ത് വന്നിരുന്നു. പിന്നെ പുതിയ താലൂക്ക് ബോഡിനായ്ക്കന്നൂർ, അതായത് തേനിയിലെ ഏറ്റവും ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ മലയായതുകൊണ്ട് അവർ വേറെ റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ല. അതാണ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ബോഡിനായ്ക്കന്നൂർ. അതൊരു സെറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഈ വഴിക്ക് വരണവർ കയറാൻ പറ്റുമെങ്കിൽ കയറി വെക്കും. കാഴ്ച കാണാനും ട്രെയിൻ സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. 1997 ജനുവരി 1 അത് വന്നത്. 1990-കളിൽ ഞാൻ പറഞ്ഞല്ലോ ഫുള്ളും ഡെസേർട്ടാണ് തേനി റീജിയൻ. മുല്ലപ്പെരിയാർ ഡാം പ്രോജക്റ്റ് വന്നപ്പോഴാണ് കമ്പം, തേനി, ഈ ബോഡിനായ്ക്കന്നൂരൊക്കെ ആൾക്കാർ വന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 12 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്. നല്ല വലിയ പോപ്പുലേഷനാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ചിന്നമന്നൂർ ആ മേഘമല ചിന്നമന്നൂരെന്ന് എക്സിറ്റ് ചെയ്ത് ആ മേഘമല റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും നല്ല മതിമയക്കുന്ന വിഷ്വൽസാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ട് മിണ്ടാതിരിക്കാനാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൃഷി, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് അറ്റം മലനിലകൾ, അതിൻ്റെ ഇടയ്ക്കൂടെ 2 സൈഡും പാടങ്ങൾ, അതിൻ്റെ ഇടയ്ക്കൂടെ ചെത്തി വെച്ച ഒരു വഴി പോലെ നമ്മൾ മേഘമലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് മേഘമല. നമ്മൾ ചെക്ക് പോസ്റ്റിലെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ മേഘമല ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ 1-2 കാര്യങ്ങളോടെ ചിന്നമന്നൂരിനെ കുറിച്ച് പറയാം. ഏകദേശം 42,000 പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ചിന്നമന്നൂർ. നമ്മൾ രണ്ടാമത് എക്സിറ്റ് ചെയ്ത സ്ഥലം അത് ഒരു മേജർ ട്രേഡിംഗ് സെൻ്ററാണ്. അതായത് തേനിയിലുള്ളവർ ജീവിക്കുന്നത് അവിടുത്തെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വഴിയാണ്. അതായത് പഴം, പച്ചക്കറി, എല്ലാ ബേസിക് നീഡ്സ് എല്ലാം. ബാക്കി കണ്ണാടി വയ്ക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിന്നമന്നൂരെന്നാണ് തേനിയിലോട്ട് എത്തുന്നത്. റീസൺ, അതായത് കുറച്ച് വർഷം മുമ്പ് വരെ ഭയങ്കര ഏത്തയ്ക്ക കൃഷിക്ക് പേര് കേട്ട സ്ഥലമായിരുന്നു. പിന്നെ ജുവല്ലറി ഷോപ്പുകൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്റ്റിൽ, തേനി ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമായിരുന്നു ചിന്നമന്നൂർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1230 ഫീറ്റ് ഉയരത്തിലാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പം ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി ടൈഗർ റിസർവിലോട്ട്, ബ്യൂട്ടിഫുൾ മേഘമലയിലോട്ട്, മേഘങ്ങൾ മൂടി മറഞ്ഞു നിൽക്കുന്ന മേഘമലയിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് വ്ളോഗുകളിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് പോയി നോക്കാം, അത് സത്യമാണോ ഇല്ലയെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട്. അത്യാവശ്യം നല്ല വലിയ റോഡാണ്. കൊടൈക്കനാലും ഊട്ടിയും കാളും ഒക്കെ വലുതാണെന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ ഇവിടെ അത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കയറ്റി വിടുള്ളൂ. കാരണം രാത്രി ടൈഗറൊക്കെ, അതായത് കടുവയൊക്കെ ഇറങ്ങുന്നതുകൊണ്ടും വൈൽഡ് ആനിമൽസിൻ്റെ വിഹാര കേന്ദ്രമായതുകൊണ്ടും കൂടെയാണ്. കൊടൈക്കനാലൊക്കെ ഇപ്പം ഭയങ്കര ക്രൗഡഡായി വരണതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സോ അവിടെ ഒരു അരുവി കണ്ടു, അതാണ്. നിർത്തുന്നില്ല, നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ പോയി. മേഘങ്ങൾ നമ്മളെ മുട്ടാൻ വരുന്ന പോലത്തെ ഒരു സീനറിയാണ് സത്യം പറഞ്ഞാൽ കാണുന്നത്. അടിപൊളി. അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള റോഡ് കുറച്ച് ചെറുതായതുപോലെ തോന്നുന്നില്ലേ. നല്ല വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് അവർ നന്നായിട്ട്. അതുകൊണ്ട് കൊള്ളാം, അടിപൊളി. അതിമനോഹരമായ റോഡാണ്. ഇവിടെ നിന്ന് ഞാൻ താഴെ തേനിയുടെ ഒരു ദൃശ്യം എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ഓവർലേ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വിഷ്വലിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ ക്ലൈംബ് ചെയ്തപ്പോൾ താഴെ എടുത്ത വിഷ്വൽസാണ് തേനിയിലെ കൃഷിപ്പാടങ്ങളും വിൻഡ് മിൽസും എല്ലാം അതിൽ കാണാം. അപ്പോൾ അതും കടന്ന് നമ്മൾ പോവുകയാണ്. ഞാൻ ഈ കുറച്ച് കട്ട് ചെയ്യാണ്, കാരണം ഓരോടായി പോവുകയാണ്. അതിമനോഹരമായ വിഷ്വൽസാണ്. പക്ഷേ നിങ്ങൾ ഓരോരോ ടൈമായ കാണുമെന്ന് എനിക്ക് സംശയമാണ്. നമുക്ക് ഇനിയും വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ചെയ്യാം. നമ്മൾ അടുത്ത ഹെയർ പിൻ എടുക്കുകയാണ്. അവിടെ ഇത് വീണ് കിടക്കണം, കല്ല്. എനിക്ക് തോന്നുന്നു മണ്ണിടിച്ചിൽ പാറ താഴെ വന്ന് വീണ് കിടക്കണതാണ്. അപ്പോൾ ഇനി മേഘമലയെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം. മേഘമല എന്ന് പറയുന്നത് ഹൈവേസ് മൗണ്ടെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഒരു മലനിരകൾ തന്നെയാണ്. കാർഡമനും ടീ പ്ലാന്റേഷനും, അതായത് തേയിലയും കാർഡമനും ഒക്കെ നിറച്ച് വളർന്ന് നിൽക്കുന്ന ഒരു മലനിരകളാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 4921 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലനിരകളാണ്. ഇത് ഭയങ്കര റിച്ചാണ്. ഫ്ലോറ ആൻഡ് ഫൗന എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ കളക്ഷൻ ഓഫ്, അതായത് ഒരു പറ്റം പ്ലാന്റ്സ്, സ്പീഷീസിലുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതായത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിലുള്ള ചെടികളും മൃഗങ്ങളും ഇഷ്ടംപോലെ, അതായത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ, അതിൻ്റേതായ കാലാവസ്ഥയിൽ താമസിക്കുന്നതിനാണ് ഈ ഇംഗ്ലീഷിൽ ഫ്ലോറ ആൻഡ് ഫൗന. അതായത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം അതുകൊണ്ട് സമ്പന്നമാണെന്നാണ് അർത്ഥം. അപ്പം ഈ സ്ഥലങ്ങൾ കൂടുതൽ, അതായത് മേഘമല മൊത്തത്തിലൊരു എസ്റ്റേറ്റ് അത് ഓൺ ചെയ്തേക്കുന്ന വുഡ് ബ്രയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് കോയമ്പത്തൂരിലെ ഒരു തേയില കച്ചവട ഫാക്ടറിയാണ്, കമ്പനിയാണ്. അപ്പോൾ അവരുടെ കീഴിലാണ് മേഘമലയുടെ മിക്ക പാർട്സും
വരുന്നത്. പിന്നെ കൂടുതലും പ്രൊട്ടക്റ്റഡ് ഇതാണ്, ടൈഗർ റിസർവാണ്, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ആ കാടിൻ്റെ ഒരു ആംബിയൻസിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. കുറേ നേരം നമ്മൾ ആ പരന്ന വ്യൂ കണ്ടു പോകണതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാടിനകത്തോട്ട് കയറിയ ഫീലാണ് സത്യം പറഞ്ഞാൽ. ഒന്നും പറയില്ല, നല്ല അത്രയും അതിമനോഹര വിഷ്വൽസാണ്. താഴെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറിയത് തൊട്ട്. പിന്നെ ചെക്ക് പോസ്റ്റിൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവിടുത്തെ കൂടെ എടുക്കും. പിന്നെ അവർ റൂഡൊന്നും അല്ലായിരുന്നു, അവർ പേരും ഇതൊക്കെ എഴുതി എവിടെ താമസിക്കണേന്ന് ചോദിക്കും. അവിടെ നമ്മുടെ അത് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ വിടും. നമ്മളൊരു സെറ്റ് ലൊക്കേഷനിൽ എത്തിയേക്കാണ്. സൈഡിൽ നിങ്ങൾ കാണുന്നത് തേയിലത്തോട്ടമാണ്, അതായത് തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ കണ്ടു തുടങ്ങിയെന്നാണ് അതിന് അർത്ഥം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ ഈയിടയ്ക്ക് രണ്ടിടത്ത് വണ്ടി നിർത്തി, അത് ഞാൻ വിഷ്വൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴിക്കൊരു നല്ല സ്പോട്ട് നോക്കി വണ്ടി നിർത്തി ഫോട്ടോ എടുത്തതും പിന്നെ നമ്മളിപ്പോൾ കണ്ട തേയിലത്തോട്ടത്തിൻ്റെ ആ 2 ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഇത് രണ്ടും കഴിയുമ്പോൾ ഇതാ ഒരു വലിയ സ്വർഗം തുറന്നതുപോലെയാണ് ഫ്രണ്ടിൽ. ഹെവൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹെവന് മറ്റൊരു അർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെയാണെങ്കിൽ ഈ പേരിന് അർത്ഥമാകുന്ന കാഴ്ചകളൊന്നും ഇതുവരെ കണ്ടില്ല, പക്ഷേ കണ്ടതെല്ലാം മനസ്സ് നിറയ്ക്കുന്നതും ഒരു കുളിർമ, മനസ്സിനൊരു കുളിർമ തരുന്ന കാഴ്ചകളാണ്. നമ്മൾ ക്ലൈംബ് ചെയ്ത് ഏകദേശം ടോപ്പ് എത്താറായി. അതാണ് ഈ തേയിലത്തോട്ടങ്ങളും ലയങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി. നല്ല പൂക്കളും പിന്നെ അങ്ങ് ദൂരെ ഒരു അമ്പലം കാണുന്നുണ്ട്. അത് വളരെ കാലം മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇവിടുത്തെ ഒരു ആരാധനാലയം പോലെ, അതായത് ഇവിടുത്തെ അവരുടെ ജോലിക്ക് പോണതിന് മുമ്പൊക്കെ അവർ തൊഴുതിട്ടാണ് സാധാരണ പോകാറെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ലയങ്ങൾ എത്തിത്തുടങ്ങി. ഇവിടെ മെയിനായിട്ട് ഹിന്ദുവും ക്രിസ്ത്യനും ഉണ്ട്, കുറേ ക്രിസ്ത്യൻ പള്ളികളും ഉണ്ട്, ഇതുപോലെ അമ്പലങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയൊക്കെയാണ് മേഘമലയിലുള്ള ലയങ്ങൾ. അതായത് ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ് ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾ. പിന്നെ ടൂറിസം വലുതായിട്ടില്ല. ട്രക്ക്, അതായത് മഹാരാജ മേട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറിയ ആ ഒരു ടൂറിസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ മെയിൻ ഇവിടെ താമസിക്കുന്നവരുടെ ലക്ഷ്യം കൃഷി തന്നെയാണ്, കാർഡമനും ടീ പ്ലാന്റേഷനും, വേറെ ഒന്നുമില്ല. പിന്നെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് മാത്രം. ആ പ്രൊട്ടക്റ്റഡ് ഏരിയ ആവാൻ കാരണവും വേറെ ഒന്നുണ്ട്. കാരണം കുറേ നാൾ കൊണ്ട് പ്രപ്പോസൽ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന പ്രപ്പോസലിൻ്റെ കഠിനമായ പ്രയത്നത്തിലൊടുവിലാണ് അത് പാസ്സായത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മേഘമലയുടെ ലയങ്ങളാണ് സൈഡിൽ കാണുന്നത്. അതിമനോഹര. ഈ താഴെ, അതായത് മലയുടെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് തേയിലത്തോട്ടങ്ങളും വല്ലാത്തൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഠിനമായി പ്രയത്നിച്ചാണ് ആ ഒരു 600 കിലോമീറ്റർ ഡിവിഷൻ, അതായത് 600 കിലോമീറ്റർ ഏരിയ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറ്റിയെടുത്തത്, അതായത് അനുമതി വാങ്ങിച്ചത്. അത് മെയിനായിട്ട് എന്തെന്ന് വെച്ചാൽ വേട്ടയാടൽ തടയാനും പിന്നെ പെസ്റ്റിസൈഡിൻ്റെ അമിതമായ ഉപയോഗം തടയാനും പിന്നെ തണ്ണീർത്തടങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് കൂടെയൊക്കെയാണ് അങ്ങനെ മെയിനായിട്ട് അവർ ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കിയത്. ഹൈവേസ് ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റ് ഓൺ ചെയ്തേക്കുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ബ്രിട്ടൻ അധീനതയിലുള്ള ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് അതിൻ്റെ പേര് മേഘമലൈ വൈൽഡ് ലൈഫ് ആൻഡ് എൻവയോൺമെൻറ്റ് അസോസിയേഷൻ എന്നാണ്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അവിടെ ആളുകൾ നിൽക്കുന്ന കാണാം. അപ്പം അത് എന്തിനെന്ന് വെച്ചാൽ, ആ അസോസിയേഷൻ എന്തിനെന്ന് വെച്ചാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വർക്ക് ചെയ്ത് ഇവിടുത്തെ ഈ കാര്യങ്ങൾ, അതായത് പരിപാലനം നടത്താൻ വേണ്ടിയാണ്. അതായത് പുറത്തുനിന്നുള്ള അധിനിവേശം തടയാനും, അതായത് കാടിനെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു സേഫ് ഗാർഡ്, അതായത് ഫോറസ്റ്റുകാരോട് ചേർന്ന് അസോസിയേഷൻ പ്രവർത്തിക്കുന്നു. ആ എസ്റ്റേറ്റുകൾ കമ്പനി നോക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം 2 സൈഡും നല്ല ബ്യൂട്ടി വിഷ്വലാണ്. അതിനിടയ്ക്കൂടെ നമ്മുടെ ടീം റൈഡ് അടിപൊളിയാണ്. നിങ്ങളെ സൈഡിൽ ഇപ്പോൾ ഒരു ചെറിയ അമ്പലം കണ്ടു കാണും. ഇതുപോലത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളും ചെറിയ ചെറിയ പള്ളികളുമാണ് ഇവിടെ ഉള്ളത് കൂടുതൽ. പിന്നെ കുറച്ച് ആനിമൽസും കുറച്ച് പാവം മനുഷ്യരും പിന്നെ ഫോറസ്റ്റുകാരും. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഈ ഒരു ബൈക്കിൽ റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഫീലാണ്. കാറിൽ വന്നാൽ ഇപ്പോൾ ഡിപ്പെൻസാണ്, പക്ഷെ കാറിൽ വരണമൊക്കെ കാറിൽ വരാം, ആസ്വദിക്കാം. പക്ഷെ നമുക്കൊക്കെ ബൈക്കാണ്. കാരണം ഒരു ബൈക്കിൽ എൻജോയ് ചെയ്യണോ അല്ല വേറെ ഒന്നിൽ എൻജോയ് ചെയ്യാൻ പറ്റൂല എന്നാണ്
മനസ്സിലാക്കണത്, ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ കാറിലാണ് സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു വൈബ് കണക്റ്റ് ആയിട്ടില്ല. കാർ ഇഷ്ടമാണ്, പക്ഷേ യാത്ര ചെയ്യാൻ എന്തുകൊണ്ടും ഈ കോർണറൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ എന്തുകൊണ്ടും ബൈക്കാണ് നല്ല രസം. നമ്മളിനി കുറച്ച് സമയത്തിനകം നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തി. ഇനി അധികം ദൂരമില്ല. പിന്നെ ഇവിടെ സ്റ്റേക്ക് ഓപ്ഷൻ വളരെ കുറവാണ്. അത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞു തരാം. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലവും ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് നല്ല ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ സൈഡിൽ കാണുന്നത് ഹൈവേസ് മൗണ്ടൻ ആണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഓവർലേ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഡാം. ഇത് ഇങ്ങനെ നിന്ന് കാണാൻ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ കുറച്ച് ഒരു വീടിൻ്റെ അങ്ങോട്ട് കയറി നിന്ന് ഒരു ഇൻ്റർലോക്കിൻ്റെ അങ്ങോട്ട് നിന്ന് എടുത്ത വിഷ്വലാണ്. നല്ല ആംഗിളാണ് ആ സൈഡിൽ നിന്ന് എടുക്കാൻ. നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ വീണ്ടും നമ്മുടെ യാത്ര ലക്ഷ്യമാക്കി, അതായത് സ്ഥലം നമ്മുടെ ഗസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി, നമ്മുടെ സ്റ്റേ ലക്ഷ്യമാക്കി പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മേഘമല എന്ന് പറയുന്നത് ടൈഗർ റിസർവ് ആണ്. അത് ഏപ്രിൽ 6, 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തമിഴ്നാടിന് അത് എഴുതി കൊടുത്തത്, അതായത് അനുവദിച്ചു കൊടുത്തത്. ഏപ്രിൽ 11, 2021 ആയപ്പോൾ ഇവിടെ ഒരു MTR ക്രിയേറ്റായി. അതായത് MTR എന്ന് വെച്ചാൽ ശ്രീവള്ളിപുത്തൂർ സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും തിരുനെൽവേലി വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൂടെ ഒരുമിച്ചുള്ളൊരു സങ്കലനമാണ് ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറി, അതായത് ഈ റിസർവ് എന്ന് പറയുന്നത്, ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇത് 5ാമത്തെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് തമിഴ്നാട്ടിൽ. 51ാമത്തേത് ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ 51ാമത് ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് ഇവിടെ ഉള്ളത്. സത്യം പറയാൻ നമുക്ക് അത് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. കാരണം ഇത്രയും അടുത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു പ്ലേസ് ഉള്ളത് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാവരും ഇപ്പം ഊട്ടി കൊടൈക്കനാലും എല്ലാം പോവുകയാണ്. കാരണം പലർക്കും ഈ സ്പോട്ട് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ കാണാൻ അധികമൊന്നും ഇല്ല. ഒരു ഡ്രൈവ് വരാൻ പറ്റുന്നവർക്ക് ഏറ്റവും പറ്റിയ നല്ലൊരു അവസരമാണ്. അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യണവർക്ക് വേറെ ഒരു ഗുണമുണ്ട്, അത് ഞാൻ പിറകെ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ നല്ല അതിമനോഹര തേയിലത്തോട്ടത്തിൻ്റെ ഒരു മലനിര തന്നെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ മൂന്നാറിനോടം കിടപിടിക്കുന്ന മലനിരകളാണ് ഇവിടെ, തേയിലത്തോട്ടങ്ങളാണ് എനിക്കുള്ളതെന്ന് തോന്നിപ്പോകുന്നു. കാരണം അങ്ങനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും തേയിലത്തോട്ടങ്ങൾ എല്ലാം അടിപൊളിയാണെങ്കിലും ഈ മേഘമല എന്ന് പറയുന്നതിൻ്റെ ഒരു ഗിമ്മിക്ക് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. പല വ്ളോഗുകളിലും അത് കാണാൻ പറ്റണുണ്ട്, എനിക്കിതുവരെ കിട്ടിയില്ല. സോ ഫൈനലി നമ്മൾ റീച്ച് ആയിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അങ്ങ് ഹൈ അല്ലെങ്കിൽ ലോ. നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയത് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ആണ്. നമ്മൾ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് തിരികെ മുകളിലോട്ട് കയറുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു 3 പേർക്കും കൂടെ 1000 രൂപ 1200 രൂപ അറ്റേ ഉള്ളൂ ഒരു റൂമിലത്തേക്ക്. അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ് മൗണ്ടൻ ബംഗ്ലാവാണ് ഉള്ളത്. അത് ഒരു ദിവസത്തേക്ക് തന്നെ 14,000 രൂപയാകും. പക്ഷേ അവിടെ വൈഫൈയും അവരുടെ ഒരു പാക്കേജാണ്, ഫുഡും കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ റൂം മാത്രം തന്നെ, വൈഫൈ ഒന്നുമില്ല. പിന്നെ ഇവിടെ മൊബൈലിന് റേഞ്ച് കിട്ടുകയില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇവിടെ ഒരു കടയുണ്ട് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ. പക്ഷെ നമ്മൾ പുറത്തോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. പ്രതിഷ്ഠ ആരാണെന്ന് എനിക്കറിയത്തില്ല, നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. സോ അതിൻ്റെ ബാക്കിലൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കഴിക്കാൻ ഒരു കടയുണ്ട്. നമുക്ക് വൈകുന്നേരം ഇവിടെ നിന്ന് കഴിക്കാം. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്നുള്ളൊരു പ്ലാനാണ്. ഇതോ അങ്ങേറ്റത്ത് മലനിരകളൊക്കെ കാണാം. വന്നപ്പോൾ ഉള്ള വിഷ്വൽസ് തന്നെ, പക്ഷേ മടുക്കൂല, എത്ര കണ്ടാലും മടുക്കൂല. അതും ഈ കുളിരും കാറ്റും ഒക്കെ ആകുമ്പം നല്ല രസമാണ്. പിന്നെ അത്രയും വലിയ മലനിരകളും അല്ല കേട്ടോ, ചെറിയ ചെറിയ മലനിരകളാണ്. താഴെ നിന്ന് ഭയങ്കര ഭയാനകമായിട്ട് തോന്നുമെങ്കിൽ കയറി വരുമ്പം മൂന്നാറിനേക്കാൾ ഒരു കുറച്ച് ഉയരത്തിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും മൂന്നാറിന് അത്രയും കിടപിടിക്കുന്ന ചിട്ടയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. മറ്റിപ്പം കൊടൈക്കനാലെല്ലാം ചെതറിയുള്ള സെറ്റപ്പ് അല്ലേ, ഇവിടെ അങ്ങനെയല്ല. പിന്നെ ഇവിടെ നമുക്ക് പോണ വഴിക്ക് ഒരു പള്ളിയാണ്. ഇത് ഏകദേശം പൊളിഞ്ഞ് ഇവിടെ ആരാനൊന്നും നടക്കണില്ലെന്ന് തോന്നുന്നത്. അബാൻഡൻ ചെയ്ത പള്ളിയാണെന്നാണ് തോന്നുന്നത്. കാരണം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണം. പിന്നെ അവിടെ ഒരു സ്കൂള് കാണാം.
ലയത്തിലെ പിള്ളേർക്ക് പഠിക്കേണ്ട സ്കൂളായിരിക്കും. പിന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് കാണാം. പിന്നെ നമ്മുടെ ലേക്കിൻ്റെ കരയിൽ നിൽക്കുന്ന ജാപ്പനീസ് ബ്യൂട്ടി. ഈ ലേക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ്. മനുഷ്യനിർമ്മിത തടാകമാണ്. പക്ഷെ ഒട്ടും തോന്നിക്കാത്ത രീതിയിൽ അത്രയും ആ മലയുടെ താഴ്വാരത്ത് ഇടുങ്ങി ചേർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യരെ കണ്ടത് ഈ ഹോട്ടലിലാണ്. ഞാൻ നേരത്തെ ഈ ഈശലിന് മുമ്പ് വന്ന ഹോട്ടലിലെ ചേച്ചിയും ചേട്ടനും ഒക്കെ നമ്മൾ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. വൈഫൈ ഒക്കെ അവിടെ നിന്നാണ് കുറച്ച് നമുക്ക് വീട്ടിൽ വിളിക്കാനൊക്കെ ഉള്ള വൈഫൈ ഒക്കെ കിട്ടിയത്. വാട്സപ്പ് കോൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാണ്. ഇപ്പം വൈകുന്നേര സമയമായി. അപ്പോൾ താഴോട്ടൊക്കെ ഒന്ന് പോയി വിഷ്വൽസൊക്കെ ഒന്ന് പകർത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കാണാൻ ഞാൻ പറഞ്ഞ പോലെ കുറവാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം കാണാം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നേരത്തെ വല്ല ഗസ്റ്റ് ഹൗസാ അല്ലെങ്കിൽ ബംഗ്ലാവ് പോലത്തെ. ഇതുപോലത്തെ ഒരു ബംഗ്ലാവാണ് ക്ലൗഡ് മൗണ്ടൻ. ചെറുതാണ് ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ഇൻഗസ്റ്റ് ഹൗസിലെ സെറ്റപ്പ് ഒന്നും വിചാരിക്കല്. ഇതുപോലത്തെ ഒരു കെട്ടിടമാണ് ബംഗ്ലാവ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. അതിനനുസരിച്ചുള്ള 5 സ്റ്റാർ റേറ്റും ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഷെഡൊക്കെ കാണും. ഈ ഷെഡ് എന്തിനാണെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ലേക്ക്. ഏകദേശം ഇത് എങ്ങനെ നിലനിർത്തണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇതിൻ്റെ ഉറവയൊക്കെ എവിടെ നിന്നാണെന്നുള്ളതും ഒരുപാട് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും കിട്ടണില്ല. കാരണം ഈ സ്ഥലം സത്യം പറഞ്ഞാൽ അത്ര ഫേമസ് അല്ല. അതുകൊണ്ട് ക്രൗഡഡും അല്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടുത്തെ മനുഷ്യരാണ് കൂടുതലും. കാരണം ടൂറിസ്റ്റായിട്ട് വരുന്നത് വളരെ കുറച്ച്. ഇനി അഥവാ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും രാവിലെ വന്നിട്ട് വൈകുന്നേരം അങ്ങ് പോകും. 1 ഡേ ട്രിപ്പിന് നമ്മുടെ പൊന്മുടി പോകും പോലെയാണ്. 1 ഡേ ട്രിപ്പൊക്കെ വന്നിട്ട് പോകും. അപ്പം അങ്ങ് അറ്റത്ത് മലനിരകളാണ്. എനിക്ക് ഇടുക്കി റിസർവോയറാണ് ഓർമ്മ വരണത് ഇത് കാണുമ്പോൾ. അതുമായിട്ട് ഭയങ്കര സാമ്യമൊന്നുമല്ല, എന്നാലും എവിടെയൊക്കെ എന്തൊക്കെയോ സാമ്യം പോലെ. എന്തായാലും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് തോന്നുന്നു ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താൽ നമ്മുടെ റോസ് മല പോലെ അതിൻ്റെ തുരുത്തുകളൊക്കെ അവിടെ കണ്ട. ഇത് തുരുത്തുകളാണ്. റോസ് മലയുടെ ഒരു ഇത് കിട്ടുമായിരിക്കും, വ്യൂ കിട്ടുമായിരിക്കും. അതിനോട് സാമ്യം. നമ്മളത് താഴോട്ട് ഇറങ്ങിയാണ് ലേക്കിൻ്റെ സൈഡിലോട്ട്. പിന്നെ ഞാൻ വെള്ളത്തിൽ വച്ചുള്ള ഒരു കളി, വീട്ടിൽ ബക്കറ്റിൽ കോറിയുള്ള കുളി മാത്രമേ ഞാൻ കുളിക്കുള്ളൂ. അല്ലാതെ ഒരു കുളിയും വേറെ ഒരു വെള്ളത്തിൽ ഞാൻ ഇറങ്ങൂല. കാരണം അപകടം മാത്രമല്ല, പിന്നെ വേറെ വെള്ളം നല്ലതാണോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടല്ലോ. ചിലപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെ വല്ലതുമൊക്കെ ഇൻഫെക്ഷൻസൊക്കെ വരുമെന്നുള്ളതുകൊണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തുള്ള ഒരു വെള്ളത്തിലും അങ്ങനെ കുളിക്കാറില്ല. നേരം സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. മേഘമലയുടെ സൗന്ദര്യം കൂടിക്കൂടി വരും പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ ആ ലേക്കിൻ്റെ മറുവശത്തേക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടത്തിൽ ആരുമില്ല. എല്ലാവരും റൂമിൽ ചടഞ്ഞോടി ഇരിപ്പാണ്. റൈഡിൻ്റെ ക്ഷീണം. ഇനി നാളേക്ക് ഉണരുമല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാലുള്ളൊരു കുഴപ്പം, നമുക്ക് 1990കളിൽ ഒരു ദിവസം താമസിക്കാം. അങ്ങനെയാണ്. കാരണം മൊബൈലില്ല, ഒന്നുമില്ല. നമ്മൾ പരസ്പരം ആദ്യം അവർക്കൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. പിന്നെ നമ്മൾ കുറേ ചിരിച്ചു, കളിച്ചു, സംസാരിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ലാസ്റ്റ് ചേർക്കാം. ഇത് മറ്റേ നമ്മുടെ ഈ പൂവിൻ്റെ പേര് മറന്നുപോയി. എനിക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള വഴിയോരത്ത് കാണുന്ന അത് തന്നെ. അതിൻ്റെ ഇപ്പുറത്ത് ലേക്ക്. നല്ല വെള്ളമുണ്ട്. ഇപ്പം വേനലാണെങ്കിൽ കൂടിയും വേനലെന്ന് പറഞ്ഞാൽ വേനലിൻ്റെ സ്റ്റാർട്ടിങ് ജനുവരി അവസാനം ഫെബ്രുവരി തുടങ്ങിയാണ്. ഈ പൂവ് കൊള്ളാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രാത്രി ആദ്യം ഒരു ഫസ്ട്രേഷൻ കഴിഞ്ഞ് എല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിച്ച ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മതി. കാരണം കുനിഞ്ഞിരിക്കൂല ആരും മൊബൈലിൻ്റെ മുമ്പിലോട്ട്. നമ്മൾ ഓരോട് ചിരിച്ചു സംസാരിച്ചു, ഭയങ്കര വൈബായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ മേഘമല സ്റ്റേ ട്രൈ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ലൗഡ് മൗണ്ടൻ അല്ല, അവിടെ നമുക്ക് കിട്ടൂല ഇതൊന്നും. അവിടെ ഫുള്ള് ലക്ഷറിയാണ്. ലക്ഷറിക്ക് നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരു ദിവസം നല്ല പീസ്ഫുള്ളായിട്ട് പുറം ലോകം തന്ന എല്ലാം വിട്ട് ഒരു നല്ലൊരു ജീവിതം ജീവിക്കാം. രാത്രി പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല, പുലിയൊക്കെ ഉള്ളതുകൊണ്ട് ഫോറസ്റ്റുകാർ വിടൂല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അടുത്തതാണ് നമ്മൾ ഈ പോകുന്നത് മഹാരാജമേട്ടിലേക്കാണ്. അതുകൂടെ ഉള്ളൂ ഈ മേഘമലയിൽ ആകപ്പാടുള്ള ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കാണാൻ. സത്യം പറഞ്ഞാൽ കാണാനായിട്ട്
അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങോട്ടുള്ള റൂട്ടും എല്ലാം സസ്പെൻസാണ്. അത് അടുത്ത എപ്പിസോഡിൽ, അത് അവസാന എപ്പിസോഡായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. സ്റ്റേ സേഫ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ഇസ് മീ ഡോണ്ടലെസ് മാൻ. ഗുഡ് ബൈ.